ഒരു ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ 2 കപ്പക്കൊടി നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് കണ്ടോ, 2 കപ്പ. ഈ കപ്പ ഇത് നല്ല വിദഗ്ധന്മാർ പല ഇതും കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിവിശേഷമായിട്ടുള്ളൊരു നടലാണിത്. ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ. ഇപ്പോൾ എന്തെല്ലാം ഇതിൽ ചെയ്യുന്നതെന്നറിയോ? ഞാനിപ്പോൾ എന്തെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കേട്ടോ. ഇതിപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് പുല്ലും കാടും വയക്കി കൂട്ടി കയ്യിൽ. ഇത് ചകരി കുച്ച്, ചേരീൻ്റെ കുച്ച്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ബാർപ്പിൻ്റെ മേലെയുള്ള ആ ഒരു ഇതില്ലേ, പായൽ. ആ ബാർപ്പിൻ്റെ മേലെ മഴക്കാലം ഉണ്ടാകുന്ന ഒരു പായൽ പൊടിയാണ്. അത് ഞാൻ അടിച്ചു കൊണ്ടേ കേട്ടോ. ഇത് നല്ല വളമാണ്, ഇത് അടിപൊളി വളമാണിത്. പിന്നെ അത് പോട്ടിയും മിശ്രിതാണ്. പിന്നെ ഇത് വാഴക്കൂർക്കല. ഇത് കണ്ട വാഴക്കൂർക്കല. ഇതും കൂടിയാണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത്. ഇതെല്ലാം കൂടി നല്ലൊരു അടിപൊളി കപ്പ ഉണ്ടാകാൻ വേണ്ടി നല്ലോണം പേര് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല അടിപൊളിയായിട്ട് പേരുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചെയ്യുന്നത്. ഇതൊരു പ്രത്യേക തരം നടലാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇപ്പോൾ എന്തെല്ലാം വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഒരു ചാക്ക് എടുത്തു. ഈ ചാക്കിൻ്റെ അകത്ത് ആദ്യം ഞാൻ എന്താ വെച്ചാൽ അടിയിൽ പിന്നെ കുറച്ച് ചകരിച്ചോറ്. ഈ ചകരീൻ്റെ ഈ കുച്ചിടും. ആ കുച്ചെന്തിനാ ഇടുന്ന വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടും പിന്നെ ഈ മണ്ണിളക്കം കിഴങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മണ്ണല്ല, ഈ ചകരിച്ചോറായാലും അങ്ങ് താണു പോകാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ ആക്കുന്നത്. ഇത് ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഇതാണ്. ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ഇതാണ് ഭാര്യ കാടാണ് കാട്. ഇത് കണ്ടില്ല, ഇനി ഞാൻ ബൈക്കിൽ കുറേ ദിവസമായി ബൈക്കുകാരെ കൂട്ടിയിട്ട് ഇത് നടാൻ വേണ്ടി തന്നെ ബൈക്കിൽ കൂട്ടിയതാണ്. നല്ല ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് ബൈക്കിൽ കൂട്ടാൻ. നമുക്ക് വയക്കേണ്ട വഴിയേ ഉള്ളൂ. ഇതിപ്പോൾ ഇത് വീടിന് നറക്കട്ടെ, നല്ലപോലെ നറച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്കെല്ലാം കാണിച്ചൊന്നും ഉണ്ടാവില്ല. അന്നേരം ആ സമയത്ത് നമുക്ക് എന്താ വേണ്ടത് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, ഇതേപോലെ കുത്തി നിറക്കുക ഉണ്ടല്ലേ, ഇതേപോലെ. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഇത്ര പോലെ കുത്തി നിറച്ചു. ഇനിയിപ്പോൾ ഇത് ഉണ്ട് നടുവച്ച് എടുക്കുന്ന ഇതിൻ്റെ വെക്കാം. ഇത് കണ്ടല്ലോ, ഇതേപോലെ കുത്തി നിറച്ചു. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ വാഴേൻ്റെ കൂർക്കല, ഇതാണ് വാഴക്കൂർക്കല. ഇതും കൂടി ഇതിൻ്റെ അകത്ത് നിരച്ചിട്ട് ഇതിൻ്റെ അടിയിൽ സൈഡിലെല്ലാം ഇങ്ങനെ തിരിച്ച് വെക്കട്ടെ. ഇങ്ങനെ വട്ടത്തിൽ തിരിച്ച് വെക്കണം. തിരിച്ച് വെക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ തിരിച്ച് വെക്കുക. ഇത് കണ്ടല്ലോ, ഇത് നല്ലപോലെ കുത്തി അമർത്തണേ. കണ്ടാ, ഇതേപോലെ അമർക്കണം, നല്ലപോലെ അമർന്നാലും മാത്രമേ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിന് തേച്ചൊന്നും അടിയിലായി പോകും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഒന്നിനും കൂടി ഇടാൻ അടിയുണ്ട്. താഴത്തടി അങ്ങനെ ഒന്നിനും കൂടി ഇടാനുണ്ട്. 2 എണ്ണമാണ് ഇപ്പം നടുന്നത്. ആ 2 എണ്ണം നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്തിരി കഷ്ടപ്പെടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ. ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് വെച്ചാൽ ഇതാണ് ഇടാൻ പോകുന്നത്. ഇത് കണ്ട, ഇതാണ് വാഴേൻ്റെ. ഇത് കണ്ടില്ലേ, ഇത് മേലത്തെ വാർപ്പിൻ്റെ മേലത്തെ ഈ ഒരു പൊടിയാണ്. ഇത് നല്ലൊരു വളമാണ്. ഇതാണ് ഞാൻ നടാൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നല്ല മണ്ണിളക്കം ഉണ്ടാവും, അങ്ങനെ ഒരു പുത്തും ഉണ്ടാവില്ല, നല്ല ഇളക്കം ഉണ്ടാവും. കിഴങ്ങി കീയാനെല്ലാം നല്ലൊരു ഇളക്കം കിട്ടും. അത് ഞാൻ ഇന്നലെ അടിച്ച് വാരിയിട്ട് കൊണ്ടുവച്ചതാണ്. കണ്ടില്ലേ, നല്ലൊരു ഇതാണ്, വളവും കൂടിയാണ്. എത്രയാണിത്. ഈ മഴക്കാലം വാർപ്പിൻ്റെ മേലെ പിന്നെ അതിൻ്റെ പായൽ കെട്ടിയിട്ട് കിടക്കൂലേ, അതിൻ്റെ പൊടിയായി. ആ പായൽ ഉണങ്ങുമ്പോഴേക്ക് നല്ലൊരു വളവും. അതാണ് മഴക്കാലത്താകുമ്പോൾ ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തെല്ലാം പായൽ പോലെ ഉണ്ടാവും. അത് ചപ്പും ഇലയും എല്ലാം കൂടി അടിഞ്ഞിട്ട് നല്ലൊരു വളമായിട്ടുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇതെല്ലാത്തിനും നല്ലതാണ്. ഇതിപ്പോൾ ഇതാണ് ഇതിനെ കൊണ്ടാണ് ഞാൻ നടാൻ വേണ്ടിയിട്ടുള്ളത്. ഈ പായലിനെ കൊണ്ട് ഇത് നമുക്ക് നമുക്ക് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ വിളവെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നല്ല ഇതായിരിക്കും. ഇതാണ് കണ്ടില്ല, ഇത്ര പോലെയായി. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇതാണ്. ഇനി ഇതിൻ്റെ മേലെ പ്രോട്ടീൻ മിശ്രിതം വാരിയിട്ടേ. കണ്ടില്ലേ, ഒറ്റ
ഇവിടെ വെയിറ്റും ഉണ്ടാവില്ല. എടുത്തിട്ട് നമുക്ക് എവിടെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പറ്റും. എല്ലാം ചെയ്യാം. ഞാൻ ഇതിനകത്ത് എടുത്തിട്ട് അതിൻ്റെ അപ്പുറം വിട്ടേ ഇല്ലേ. ഇല്ല പോട്ടി മിഷൻ കിട്ടും. ഇപ്പം ഉണ്ടല്ലോ കണ്ടില്ലേ. ഇതെല്ലാം കൂടി നല്ലൊരു വളമാണ്, നല്ലൊരു ഇതാണ്. ഈ കപ്പയ്ക്ക് ഇത് മാത്രം തന്നെ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു പണി എടുത്തു കൊടുത്താൽ നല്ല അടിപൊളി കിഴങ്ങായിട്ട് നമുക്ക് നല്ല വീതിയുള്ള ചാക്കുവാണ് ഇപ്രാവശ്യം. നമുക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വീതി പറഞ്ഞ എന്നാലും കിഴങ്ങ് കിട്ടായിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ ഈ നടട്ടെ, ഇങ്ങനെയൊന്ന് നടട്ടെ. എന്താ ഇതാണ്, ഇങ്ങനെയാണ് നടണ്ട്. കണ്ടില്ലേ. കണ്ടില്ലേ. ഇനി ഇതിപ്പോൾ താഴെ താത്തു വെക്കട്ടെ. ഒരുപാട് വലിയ ചാക്കായിപ്പോൾ ഒരുപാട് നിറയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇനി ഞാൻ അതും കൂടി നിറക്കട്ടെ. ഇത് കണ്ടില്ല, അത് നിറച്ചുവേ. ഇനി ഈ ഒരു കൊള്ളി ഇതിൽ വെക്കട്ടെ. ഇതേപോലെ 2 ചാക്കിൽ ഇതും കൂടി നിറച്ചു. ഇതിവിടെ ഞാൻ നടുന്നുണ്ട്. ഉണ്ടാ ഇതേപോലെ ഇവിടെ നട്ടു. ഇനിയിപ്പോൾ നമ്മളെ നടിച്ച് ഇനി വെള്ളം തന്നെ ചുരുക്കുകയോ കൊണ്ട് വേറെ ഒന്നും വേണ്ട. ഇതാണ് ചാക്ക് നട്ടത്. ഞാൻ ഇങ്ങോട്ട് ഇട്ട് വെക്കട്ടെ. ഇതുകൂടി ഒന്ന് ഇങ്ങോട്ട് ഇട്ട് വെക്കട്ടെ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണും. ഇത് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് അതിൽ നല്ല ഗുണം കിട്ടും. ഞാൻ പറയുന്നതെല്ലാം നല്ല ഗുണമായിട്ട് കിട്ടും. അവിടെ കുറച്ച് വലിയ ചാക്ക് എടുക്കണമെന്നേ ഉള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ നട്ടു നോക്ക്. നല്ല അടിപൊളി ഇത് പിന്നെ കപ്പയായിരിക്കും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് വരും. ഹൈപ്പ് വന്നിട്ട് നമ്മൾ ഹൈപ്പും കൂടി അടിക്കുക. അതിൻ്റെ പോയിൻ്റ് കൂടി എനിക്ക് അടിച്ചു തരാൻ നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് അത്രയേ ഉള്ളൂ. എല്ലാ മക്കളും എൻ്റെ വീഡിയോസ് കാണാൻ എനിക്ക് അത്രയും എനിക്ക് കഴിയുന്നതായിട്ടൊന്നല്ല ഞാൻ എടുക്കുന്നത്. എന്നാലും നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് എന്നെക്കൊണ്ട് കഴിയുന്ന അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട്